അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീനൽ ഫായിസീനൽ മുഖറബീൻ മഹല്ലി 3-ാം വാള്യം 48-ാം പേജ്. വലൂബ അഹദു ശരീക്കൈനി, രണ്ട് ശരീക്കന്മാർ, രണ്ട് പാർട്ട്ണർമാരിൽപ്പെട്ട ഒരാൾ വിറ്റാൽ നിസ്ഫ ഹിസ്സത്തി, ആ ഒരാൾക്കുള്ള വിഹിതത്തിൻ്റെ പകുതി വിറ്റു. ഉദാഹരണമായിട്ട് ഇപ്പോൾ രണ്ട് ശരീക്കന്മാർക്ക് 20 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു. ഒരാൾക്ക് 10, മറ്റൊരാൾക്ക് 10. അതിൽ ഒരു ശരീക്ക് ഓൻ്റെ 10 എന്നുള്ള പകുതിയാകുന്ന 5 വിറ്റു. ആർക്ക് വിറ്റു? വലിയ റജിന്, വേറൊരു റജിനക്ക്, അതായത് സെയ്ദിനക്ക് വിറ്റു. തുമ്മ ബാക്കിഹ, പിന്നെ അവനക്ക് ഒരു 5 സെൻറ്റിന് ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ള ഹിസ്സനെ അവൻ വിറ്റു ലിയാഹറ, വേറൊരുത്തിനക്ക്. നേരത്തെ സെയ്ദിന വിറ്റെങ്കിൽ ഇപ്പോൾ അമ്രനും വിറ്റു. ഫസ്റ്റ് ഷുഫത്ത് ഫിൻ നിസ്ഫിൽ അവൽ, ആദ്യം വിറ്റതായിരിക്കുന്ന 5 സെൻറ്റ് ഉണ്ടല്ലോ, അതിൽ ഷുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശം ഈ ശരീക്കിൽ ഖദീമി, അത് പഴയ ശരീക്കിനേക്കാണ്. പഴയ ശരീക്ക് പറഞ്ഞാൽ നേരത്തെ രണ്ടാളാണല്ലോ കൂറുണ്ടായത്, അതിലുള്ള ആ വിൽക്കാത്ത ആളാണ് പഴയ ശരീക്ക്, ഓനക്കാണ്. വക്കത് എഫു അന്നു, ഓൻ ചിലപ്പം മാഫാക്കിയേക്കും, അഥവാ ഷുഫത്ത് കൊണ്ട് പിടിക്കാതെ ഇട്ടേക്കും, അതാണ് മാഫാക്കിലുള്ള ഉദ്ദേശം. അങ്ങനെ വരുമ്പം വല്ല സഹു, പ്രബലമായ അഭിപ്രായം, അന്നഹു നിശ്ചയമായിട്ടും ഈ പഴയ ശരീക്ക്, നേരത്തെ രണ്ട് ശരീക്കപ്പെട്ട ആ ഒരു ശരീക്ക് ഇൻ അഫ അന്യ നിസ്ഫി അബലി, ഓൻ ആദ്യം വെറ്റ നിസ്ഫിനെ തൊട്ട് മാഫാക്കി ഓൻ പിടിച്ചിട്ടില്ലെങ്കിൽ ഷാറക്കഹു, ഈ കദീമായ ശരീക്കിനോട് കൂറാകും അൽ മുസ്തരിൽ അവലു, ഈ രണ്ടാം കൂറുകാരൻ, അഥവാ ആ ആദ്യം വാങ്ങിയാണ്, 2 വട്ടം വിറ്റുകണല്ലോ, അതിൽ ആദ്യം വാങ്ങിയതായിരിക്കുന്ന ആൾ കൂറാകും. എന്തിൽ കൂറാകും? പിന്നെ നിസ്ഫിത്താനി, രണ്ടാമത് വിറ്റതായിരിക്കുന്ന നിസ്ഫിൽ. വയില്ല, ഇനി കദീമായ ശരീക്ക് നിസ്ഫവലിനെ തൊട്ട് മാഫാക്കിയിട്ടില്ല, ഓനങ്ങ് പിടിച്ച്, എന്നാൽ ഫലാ ഷാറക്കഹു ഫലാ യുസാരിക്കുഹു, എന്നാൽ ഈ മുസ്തിരിൽ അവല്, ഒന്നാം മുസ്തിരി കൂറാകുലഹു, കദീമായിരിക്കുന്ന ശരീക്കിനോട് കൂറാകൂല ഫീഹി, ആ നിസ്ഫത്തായിൽ കൂറാകൂല. ഇതാണ് അസ്വഹായ അഭിപ്രായം. വൽ വജൂത്താനി, എന്നാട്ട് അസ്വഹിൻ്റെ മുക്കാബിലായ രണ്ടാം വജയാകുന്നത് യുസാരിക്കു, മുസ്തിരിൽ അവൽ ഓൻ കൂറാകുമെന്നാണ്, ഹു കദീമായ ശരീക്കിനോട് കൂറാകുമെന്നാണ്, ഫീഹി ഈ രണ്ടാം നിസ്ഫിൽ കൂറാകും. മുത്തലക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാം നിസ്ഫിനെ തൊട്ട് കദീമായ ശരീക്ക് മാഫാക്കട്ടെ മാഫാക്കാതിരിക്കട്ടെ. എന്താ അങ്ങനെ കൂറാകുന്ന സാനിക്കാർ പറയാനുള്ള കാരണം? ലി അന്നഹു, കാരണം ഈ മുസ്തിരിൽ അവൽ ആദ്യത്തെ പകുതി വാങ്ങിയതായിരിക്കുന്ന ആൾ മാലിക്കുൻ, അവൻ മാലിക്കാണല്ലോ, പറഞ്ഞാൽ അവനും ശരീക്കാണല്ലോ. ആലത്തെ ബൈഹി, ഈ രണ്ടാം നിസ്ഫ് വിറ്റ അവസരത്തിൽ അവനും ശരീക്കാണല്ലോ, ശരീക്കനിക്കുള്ളതല്ലേ ഈ ഷുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശം. അപ്പോൾ അവിടെ മാലിക്കാണെന്ന് പറഞ്ഞ ഉദ്ദേശം നിഹായൊക്കെ പറയണത് ശരീക്ക് എന്നുള്ള അർത്ഥമാണെന്നാണ്, ശരീക്കാണല്ലോ എന്നുള്ള. വസ്താലിസ് എന്ന അസ്വഹിൻ്റെ മുക്കാബിലായിരിക്കുന്ന മൂന്നാമത്തെ വജ്ഹ് ലാ യുസാരിക്കു, ഒന്നാം മുസ്തിരി കൂറാകൂല എന്നാണ്. ഹു ഖദീമായ ശരീക്കിനോട് കൂറാകൂല ഫീഹി, രണ്ടാമത്തെ നിസ്ഫിൽ കൂറാകൂല മുത്തലക്കൻ. ഖദീമായിരിക്കുന്ന ശരീക്ക് ഒന്നാമത്തെ നിസ്ഫിൽ തൊട്ട് മാഫാക്കട്ടെ മാഫാക്കാതെ രണ്ടാലും കൂറാകൂല എന്നാണ്. എന്താ ഒരു ന്യായം? എന്ന മിൽക്കുഹു, കാരണം ഈ ഒന്നാം മുസ്തിരി മിൽക്കാക്കൽ ലിൽ മബീനെ പറഞ്ഞാൽ ആദ്യം വിൽക്കപ്പെട്ടതിന് മിൽക്കാക്കൽ, അതിലവനക്ക് ഷെയറുണ്ടാകൽ മുസൽസലുൻ, അത് ഒരു ഉറച്ചിട്ടില്ലാതെ കുലുക്കപ്പെട്ടതാണ്, ചില ഉറക്കാത്തതാണ്. എന്തേ ഇങ്ങനെ ഇളകപ്പെട്ടതാൻ കാരണം? ബി തസല്ലുത്തിൽ ആഹരി, ആഹൃതന മറ്റേ ആൾ വെച്ചാൽ ഫസ്റ്റിക്കുള്ള കദീമായ ശരീക്കുണ്ടല്ലോ, ഓനക്ക് അധികാരമുള്ള, ഓന അധികാരം നടത്തലുകൊണ്ട് ഓന് അത് പിന്നെ ക്യാൻസലാക്കാനും അവകാശമുണ്ടല്ലോ, അല്ല സുഖത്തോടെ പിടിക്കാൻ അവകാശമില്ല, അപ്പോൾ ഓൻ്റെ ഉറച്ചിട്ടില്ല. അപ്പോൾ ലാഹിറും മിമ്മാദുക്കിറ, ഈ അവലും സാനിയും സാലിസും ഒക്കെ അതിൻ്റെ ന്യായങ്ങളൊക്കെ പറഞ്ഞിരുന്ന് വെളിവാകുന്നുണ്ട്. അന്ന കുല്ലമിനൽ അഫി വല്ലഹദി, ഈ കദീമായ ശരീക്ക് ഒന്നാം നിസ്ഫിനെ തൊട്ട് മാഫാക്കലും പിടിക്കലും ഒക്കെ നടക്കുന്ന എപ്പോഴാണ്? ബഅദൽ ബൈഇസാനി, രണ്ടാമത്തെ നിസ്ഫിനെ വിറ്റതിന് ശേഷമാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഒന്നാമത്തെ നിസ്ഫ് വിറ്റിട്ട് അപ്പം തന്നെ അവൻ പിടിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ചർച്ച ഒന്നും വരില്ല. അപ്പം പിന്നെ അവനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഓന് ഫസ്റ്റിക്ക് വിറ്റവൻ പിടിച്ചിട്ടില്ല, രണ്ടാമത് വിറ്റതിൻ്റെ ശേഷമാണ് അവൻ പിടിക്കുകയാണെങ്കിൽ പിടിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്, അപ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ യൂഹദ് മിൻഹു, അപ്പോൾ രണ്ടാമത്തെ ബൈ എടുത്തതിന് ശേഷം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരിക, എന്നതിൽ പിടിക്കപ്പെടും. അന്നഹു നിശ്ചയമായിട്ടും ഈ കദീമായ ശരീക്ക് ഇന്നഫ, അവൻ ഷുഫത്ത് കൊണ്ട് പിടിക്കുന്ന തൊട്ട് മാഫാക്കി പിടിക്കാതിരുന്നാൽ ഖബലഹു, രണ്ടാം ബൈ നടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പിടിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ സബത്തത്തിൽ മുഷാറക്കത്തു, അവിടെ രണ്ടാമത്തെ മുസ്തരി ഒന്നാം മുസ്തരിക്കും കൂറാകൽ സ്ഥിരപ്പെടും, കത്തിൻ്റെ തർക്കമല്ല. ഔ അഹദ, ഇനി ഈ കദീമായിരിക്കുന്ന ശരീക്ക് പിടിച്ചു,
ഷുഫത്തുകൊണ്ട് പിടിച്ചു. കബിലഹു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൗതിനെ വിൽക്കുന്നതിന് മുമ്പ്. എന്നാൽ ഇന്ദഫത്ത് രണ്ടാമത്തെ ഒന്നാം മുസ്തരിക്ക് ഷുഫത്ത് കൊണ്ട് പിടിക്കാന്നുള്ള ഇല്ലാതായി കത്തിനാൽ തർക്കമില്ല. അപ്പോൾ ഈ തർക്കമുള്ളതൊക്കെ രണ്ടാമത്തെ ബയ്യിൻ്റെ ശേഷമാണ് ഈ പിടിക്കലും മാഫാക്കലും ഒക്കെ ഉള്ളിടത്താണ് നടത്തും എന്ന് പറയും. വല്ല അസുഹു പ്രബലമായ അഭിപ്രായമാവുന്ന അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലൗ അഫാ അഹദു ഷഫീഇനി ഷുഫത്ത് കൊണ്ട് പിടിക്കാൻ അവകാശപ്പെട്ട രണ്ടാളുണ്ട്. ചുരുക്കത്തിൽ മൂന്നാളുടെ കൂറാതായിരിക്കുന്ന സ്വത്താണ്. അതിൽ ഒരുത്തൻ വിൽക്കുമ്പോൾ അവിടെ ഷുഫത്ത് കൊണ്ട് പിടിക്കാൻ പറ്റിയ രണ്ടാളുണ്ടല്ലോ, അതിലേതോ ഒരുത്തന് പിടിക്കുന്നില്ല എന്ന് വെച്ച്. എന്നാൽ സഖത്ത ഹക്കുഹു ആ സാക്കിത്താക്കിയവൻ്റെ ആ മാഫാക്കിയവൻ്റെ ഹക്ക് സാക്കിത്ത് ഇവന് ഷുഫത്ത് കൊണ്ട് പിടിക്കാൻ പറ്റൂല. ഇപ്പം തഹയ്യറല്ല ആഹർ, ഇനി പിന്നൊരുത്തണ്ടല്ലോ പിടിക്കാൻ പറ്റുമോന്. ആഹറിനൊക്കെ ഇഷ്ടം പ്രവർത്തിക്കുക എന്തിൻ്റെ ഇടയിൽ ബൈനാഹദിൽ ജമീ ഒന്നുകിൽ കംപ്ലീറ്റ് വാങ്ങുക, അപ്പോൾ തിറക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ് വയ്ക്കുക. ഇപ്പോൾ പറഞ്ഞിട്ട് മൂന്നാളുടെ 30 സെൻറ്റ് കൂറുണ്ടായിരുന്നു. അതിൽ ഒരു ശരിക്ക് ഓൻ്റെ 10 സെൻറ്റ് ഒരാൾക്കോ ഈ പിന്നെ മൂന്നാളിൽപ്പെട്ട അല്ലാത്ത നാലാമത്തെ ഒരാൾക്ക് വിറ്റു. അപ്പോൾ അതിൽ ഒരാൾ വേണ്ടാന്ന് വെച്ച് എൻ്റെ ശരിക്കുന്ന വേറെ ഞാൻ പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഒരുത്തനല്ലല്ലോ. ഓനക്ക് ഒന്നുകിൽ ഈ 10 സെൻറ്റ് കംപ്ലീറ്റ് പിടിക്കുക, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കണം. എന്നല്ലാതെ വലൈസലഹു ഈ മാഫാക്കാത്ത പിടിക്കാത്ത മറ്റേ ശരീക്കിന് ഷഫീനിക്കില്ല അല്ല ഇഖ്തിസാർ വല ഹിസ്സത്തി ഓൻ്റെ വീതത്തിൻ്റെ മേൽ മാത്രം ചുരുക്കാൻ പറ്റില്ല. ഓനക്കിപ്പോൾ രണ്ടാളും പിടിക്കുകയാണെങ്കിൽ ഓനക്ക് നമ്മൾ ഉദാഹരണത്തിൽ 5 സെൻറ്റല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 5 സെൻറ്റ് ഞാൻ എടുത്തോളാം, മറ്റേ എനിക്ക് വേണ്ട, അങ്ങനെ വെക്കാൻ പറ്റില്ല. എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എടുക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വിടണം. എന്താ അങ്ങനെ ഹിസ്സൻ്റെ മേൽ ചുരുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എല്ലാ സഫക്കത്തു ഈ ഇടപാട് ഭാഗികമാകാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ മുസ്തിരി ഈ വാങ്ങിയവൻ്റെ മേൽ കടയിട്ട് ഓനിപ്പോൾ 10 സെൻറ്റ് വാങ്ങി പുറ കെട്ടാനോ എന്തെങ്കിലും ഒരു കാര്യം നടത്താനായിരിക്കും. അതിപ്പോൾ 5 സെൻറ്റ് മറ്റോ എടുത്താൽ പോൻ്റെ കാര്യം നടക്കൂല, പോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എടുക്കണം, അല്ലെങ്കിൽ വിടുകയാണെങ്കിൽ കംപ്ലീറ്റ് വിടണം എന്നാണ് അസുഹ്. വസാനിന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് ലഹു 2 ഷഫീയിൽപ്പെട്ട ഒരു ഷഫീ മാഫാക്കുമ്പം മറ്റേ ഷഫീനിക്ക് ഉണ്ട് എന്നാണ് അൽ ഇഖ്തിസാറു. ഓനക്ക് ചുരുക്കലുണ്ട് അലാ ഹിസ്സത്തി ഫഖത്ത് ഓൻ്റെ വീതത്തിന് മാത്രം. നമ്മൾ ഉദാഹരണത്തിന് 10 സെൻറ്റ് ഓൻ വിറ്റണമെങ്കിലും എൻ്റെ ഹിസ്സ 5 സെൻറ്റല്ലേ ഉള്ളൂ, അതിൽ മാത്രം ചുരുക്കലുണ്ട് എന്നാണ്. വസാലിസു എന്നാൽ മൂന്നാമത്തെ വജിഹാകുന്നത് യസ്ഖുത്തു ഒഴിവായിപ്പോവും, ക്യാൻസലായി പോകുന്നതാണ് ഹക്കുൽ ഇസ്നൈനി രണ്ടാളെ ഹക്ക്. അപ്പോൾ ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ രണ്ടാളതും പോകുന്നു. അതിന് ഒരു തെളിവ് ഒരു കിയാസാണ്. എന്താ കിയാസ്? കിസാസ് പോലെ ഇപ്പോൾ ഒരു വാപ്പനെ 2 കുട്ടികളെ 2 ആൺകുട്ടികളുടെ ഒരു വാപ്പ അയാളെ ഒന്ന്, എന്നാൽ 2 ആൺകുട്ടികൾക്കും കിസാസ് എടുക്കാൻ അവകാശമുണ്ട്. അതിലൊരു മോന് മാഫാക്കിയാൽ മറ്റേ ആൾക്കും പിന്നെ പോയി എന്നാണ് മോനിന് കിസാസ് എടുക്കാൻ പറ്റില്ല എന്നല്ലേ മസല. എന്ന മാതിരി ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ മറ്റേ ആൾക്കും പോകുന്നു. വർറാബിയു എന്നാൽ ഇവിടുത്തെ നാലാമത്തെ വജിഹാകുന്നത് ലാ യസ്ഖുതു ഹഖു വാഹിദിൻ മിൻഹുമാ ഒരാൾ സാക്കിത്താക്കി എന്നാൽ മറ്റേ ആ സാക്കിത്താക്കിയവൻ്റെതും മറ്റൊന്നും രണ്ടാളതും പോകില്ല എന്നാണ്. തഹലീബല്ലി സുബൂത്തി ഒരാളിതുപോലെ സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പം അതിനെ മികപ്പിച്ചിട്ട് അങ്ങനെ 4 അഭിപ്രായങ്ങളുണ്ട്. ഇത് ഒരാൾ മാത്രം ഒരാൾ മാഫാക്കിയെടുത്ത്. ഇനി പറയും വല്ല സുഹു പ്രബലമായ അഭിപ്രായം അന്നൽ വാഹിദ നിശ്ചയമായിട്ടും ഒരു ഷഫീവ് ഇതാ അസ്കത്ത അവൻ സാക്കിത്താക്കിയാൽ ബാദ ഹഖിഹി അവൻ്റെ ഹക്ക് എന്നുള്ള ബാദനെ സാക്കിത്താക്കി. ഇപ്പോൾ 2 ശരീക്കന്മാരുടെ കൂറുള്ളപ്പോൾ ഒരാൾ 10 സെൻറ്റ് കൂറുണ്ടായിരുന്നു, ഒരാൾ അവൻ്റെ 5 സെൻറ്റ് വിറ്റപ്പോൾ മറ്റേ ശരീക്ക് എന്താക്കി 5 എടുക്കാതെ 2 സെൻറ്റോ 3 സെൻറ്റോ മാത്രം എടുത്ത് മറ്റേ വിടുക. അങ്ങനെ അല്പം വിട്ടാൽ സഖത്ത കുല്ലു കംപ്ലീറ്റ് സാക്കിത്താവുന്ന. അതിന് തെളിവെന്താ? കൽ കിസാസി കിയാസാണ്, കിസാസിൻ്റെ മേൽ. അപ്പം കിസാസ് എടുക്കാൻ അവകാശമുള്ള കിസാസിൻ്റെ പൗതി സാക്കിത്താക്കി എന്നാൽ പിന്നെ കംപ്ലീറ്റ് സാക്കിത്താവുന്നതാണ് മസല. വസാനി അസുഹിൻ്റെ മുക്കാവിലെ ലായസ്കുദു ഷെയ്യും മിൻഹു ലായസ്കുദു സാക്കിത്താവിൽ ഒഴിവാകൂല എന്നാണ്. ഷെയ്യും മിൻഹു ആ ഷുഫത്തുകൊണ്ട് പിടിക്കാനുള്ളതായിരിക്കുന്ന ആ ഹക്ക് എന്നുള്ളൊരു ഷെയ്യും ഒഴിവാകൂല എന്നാണ്. ഹദ്ദിൽ കദഫി കദഫിൻ്റെ ഹദ്ദ് പോലെ. കദഫിൻ്റെ ഹദ്ദ് 80 അടി അടിക്കാമല്ലോ മഖദുഫിനിക്ക്. അപ്പോൾ ഇതിന് 10 എണ്ണം മാഫാക്കി എന്നാൽ തീരെ പിന്നെ സാക്കിത്താവില്ല എന്നാണ്. 80 പിന്നെയും സ്ഥിരപ്പെടുന്ന എന്ന പോലെ. ഫസാലിസു എന്നാൽ അവിടുത്തെ അസുഹിൻ്റെ മുക്കാബിലായവിടെ മൂന്നാമത്തെ അഭിപ്രായം യസ്കുത്തുമോ അസ്കത്തുഹു വൈവക്കൽ ബാക്കിയെന്ന. എത്രയാണോ സാക്കിത്താക്കിയത് അത് സാക്കിത്താവും, കഴിച്ച് ബാക്കിയുള്ളത് ബാക്കിയാണ്. ഇപ്പോൾ ഒരു 5 സെൻറ്റ് വിറ്റെങ്കിൽ 5 സെൻറ്റും പിടിക്കുന്നത് 2 സെൻറ്റ് വിട്ട് 2 സെൻറ്റ് പോയി ബാക്കി 3 സെൻറ്റിലുണ്ട് എന്ന് വരും. കാല സൈദലാനി റളിയല്ലാഹു പറഞ്ഞു മഹല്ലുഹു ഈ സാലിസിൻ്റെ മഹല്ല്. സാലിസാർ പറഞ്ഞല്ലോ എത്രയാണോ സാക്കിത്താക്കിയതെങ്കിൽ അത് പോവും, സാക്കിത്താക്കാത്തത് ബാക്കിയാവുന്നു. ആ പറഞ്ഞതിൻ്റെ മഹല്ല് മായിദ റളിയൽ മുസ്തരി
ഈ ശരീക്കന്മാരിൽ നിന്ന് വാങ്ങിയ കക്ഷി തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രമാണ്. എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടു? ബിദബിയുദി സഫക്കത്തി, സഫക്കനെ ഭാഗികമാക്കലുണ്ട്. ഇപ്പോൾ കുറച്ചെടുത്ത് കുറച്ച് വിടുമ്പോൾ ഓന് വാങ്ങി ഫുള്ള് കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അവൻ തൃപ്തിപ്പെട്ടെങ്കിലാണ്. ഫൈനബ, ഇനി ഓനങ്ങനെ തൃപ്തിപ്പെടുന്നില്ല, ഓനതിനെ തൊട്ട് വിലങ്ങിന്ന്. എന്നിട്ടോ വക്കാല, ഈ മുസ്തിരി പറയുകയും ചെയ്യുന്നത് ഹുദിൽ കുല്ലാവുദേഹു, ഈ ശുഫത്ത് കൊണ്ട് പിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എടുത്തോ, അല്ലെങ്കിൽ നീ ശുഫത്ത് കൊണ്ട് പിടിക്കൽ ഒഴിവാക്ക്, അല്ലാതെ പൗതി പിടിച്ച് പൗതി ഒഴിവാക്കുന്ന ശൈലി നിന്ന് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ ഫലഹൂദാലിക്ക്, അങ്ങനെ പറയാനുള്ള അവകാശം ആ മുസ്തിരിക്കുണ്ട്. ബൽ ഖിലാഫു, അപ്പം അങ്ങനെ ബഅദ് സാക്കിത്താക്കിയാൽ ഫുള്ള് സാക്കിത്താകുമോ ഇല്ലേ എന്ന് പറഞ്ഞ് ഖിലാഫാകുന്നത് കാലൽ ഇമാമുൽ ഹർമിയെ കുറിച്ച് പറഞ്ഞു. ഇതാലം നെഹ്ക്കും, നമ്മൾ വിധിച്ചിട്ടില്ലെങ്കിലാണ് ഖിലാഫൊക്കെ. എന്തുകൊണ്ട് വിധിച്ചില്ല? ബി അന്ന ശുഫത്ത അലൽ ഫൗരി, ശുഫത്ത് കൊണ്ട് പിടിക്കാനുള്ള അവകാശം പെട്ടെന്നാണ് എന്ന കൗല് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലാണ്. ഫൈൻ ഹക്കംനാ ബിഹി, ഇന്നതല്ല ശുഫത്ത് പെട്ടെന്നായിക്കൊള്ളണം എന്ന കൗല പിടിക്കുന്നതെങ്കിൽ ഫമിൻഹും, അസ്ഹാബിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മൻ തുറദഹു, അവിടെയും ഖിലാഫിനെ തുറത്തിയവരുണ്ട്. എപ്പം തുറത്തി? ഇതാ ബാദറയിലാ തലബിൽ ബാക്കി, ബൗദി വിട്ടിട്ട് മറ്റേ ബൗദിനെ തേടലിലേക്ക് ഉളരിയെങ്കിലാണ് ഖിലാഫുള്ളത്. വമിൻഹും, ഇനി അസ്ഹാബിൻ്റെ കൂട്ടത്തിലുള്ള മൻ കത്താബി സുക്കൂത്തി, അതല്ല ബഅദ് സാക്കിത്താക്കിയാൽ കംപ്ലീറ്റ് സാക്കിത്തായി മാൻ കത്താബി സുക്കൂത്തി, സാക്കിത്താകുമെന്ന് ഉറപ്പിച്ചവർ. ഇതിൽ പുല്ലി കംപ്ലീറ്റ് ബഅദും മാഫാക്കിയുണ്ടല്ലോ, മാഫാക്കിയിലും മാഫാക്കാത്തിലും ഒക്കെ സാക്കിത്താകുമെന്ന് പറഞ്ഞവരുമുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.